എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത എല്ലാ ദൈവങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. എന്നാൽ നമ്മൾ മുൻഗണന കൊടുക്കുന്ന ഭഗവാനാണ്. അല്ലെങ്കിൽ ഹിന്ദുമത പ്രകാരം നമ്മുടെ ഗണങ്ങളിൽ അധിപൻ അഥവാ ഗണപതി ഭഗവാൻ, മഹാഗണപതി അഥവാ വിഘ്നേശ്വരൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട് അല്ലേ. വിഘ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാവുന്നത് ഗണപതിയുടെ അനുഗ്രഹം ഇല്ലാത്തതിനാലായിരിക്കാം. അപ്പോൾ ഗണപതിയുടെ അല്ലെങ്കിൽ വിനായകൻ്റെ അനുഗ്രഹം ലഭിച്ചാൽ സർവ്വവിഘ്നവും ഇല്ലാതെയാകുമെന്നാണ് വിശ്വാസം. അതിനാൽ വിഘ്നേശ്വരൻ, അതുകൊണ്ടാണ് ഈ ഒരു വിഘ്നേശ്വരൻ എന്നുള്ള നാമം ഗണപതിക്ക് ഉണ്ടായത്. നമ്മുടെ പ്രപഞ്ച സൃഷ്ടാവായ ഗണേശനെ മഹാഗണപതി എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗണേശൻ്റെ പൂർണ്ണ രൂപമാണ് മഹാഗണപതി. പൊതുവെ എല്ലാ ക്ഷേത്രങ്ങളിലും ആരാധിക്കപ്പെടുന്നത് മഹാഗണപതിയായാണ്. നമ്മുടെ ഗണേശ പുരാണം അതിലാണെങ്കിൽ പരമാത്മാവ് അഥവാ ദൈവമായ മഹാഗണപതിയുടെ മഹാത്മ്യ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു ഹിന്ദുമത വിശ്വാസപ്രകാരം ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ, നമ്മൾ ആദ്യം ഗണപതിയെയാണ് സ്മരിക്കാറുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പൂജകൾ ചെയ്യാറുണ്ട്. അതിലൊന്നാണ് ഗണപതി ഹോമം. പിന്നെ വരുന്നത് ഗണേശ പൂജ. അങ്ങനെയൊക്കെ നമ്മൾ നടത്തി വരാറുണ്ട്. അപ്പം അതിനാൽ നമ്മൾ ആദ്യം പൂജിതൻ അല്ലെങ്കിൽ മംഗളമൂർത്തി അങ്ങനെയുള്ള ഒരു പേരും കൂടെ നമുക്ക് ഗണപതി ഭഗവാന് ഉണ്ട്. മിക്ക ക്ഷേത്രങ്ങളിലും ഗണപതി പ്രതിഷ്ഠ നമുക്ക് കാണാം അല്ലേ. അപ്പോൾ നമുക്കൊരു ആദ്യമായൊരു കുഞ്ഞുണ്ടായി, ചിലപ്പോൾ ചോറൂണൊക്കെ മിക്കവാറും ഗണപതി ക്ഷേത്രത്തിൽ കൊടുക്കാറുണ്ട്. എല്ലാ ദേവീ ക്ഷേത്രത്തിലും ദേവന്മാരുടെ ക്ഷേത്രത്തിലൊക്കെ കൊടുക്കാറുണ്ട്, ശരിയാണ്. എന്നാൽ ഇതുപോലെ തന്നെ സിദ്ധി ബുദ്ധി ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് ഗണപതി ഭഗവാനാണ്. അപ്പോൾ അതൊക്കെ ആക്ച്വലി കണ്ടിട്ട് ചിലപ്പോൾ ചിലർ ചോറൂണൊക്കെ ഗണപതി ക്ഷേത്രത്തിലും കൊടുക്കാറുണ്ട്. എന്ന് പറയുന്ന പോലെ മിക്ക കുട്ടികളെ എഴുത്തിനിരുത്തുമ്പോഴും ആദ്യ നാവിലും കൈകളിലും നിറയുന്ന ആദ്യ അക്ഷരം ഗണപതി സ്തുതിയാണ്. അതും നമുക്കറിയാവുന്ന കാര്യമാണ്. ഓം ഹരിശ്രീ ഗണപതായേ നമഃ. അപ്പോൾ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ഗണപതി ഭഗവാനെ ഒരുപാട് അവർക്ക് അങ്ങനെയല്ല, അവർക്കൊരു ഗണേശ ചതുർത്ഥി ആവട്ടെ അല്ലെങ്കിൽ ഗണേശോത്സവം ആവട്ടെ, അവിടെയൊക്കെ ഭയങ്കരമായ ആഘോഷങ്ങളാണ്. എസ്പെഷ്യലി മഹാരാഷ്ട്ര തുടങ്ങിയ വടക്കേ ഇന്ത്യയിലൊക്കെ കൂടുതലായി നമുക്ക് കാണാം അത്. അപ്പം എന്താ പറയുക, ഈ ഹൈന്ദവരായ വ്യാപാരികളായാലും അല്ലെങ്കിൽ ഒരു ബിസിനസ് രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ ഇടയിൽ ഗണേശ ആരാധന അത് കോമൺ ആണ്. അപ്പം ബിസിനസ് സംരംഭങ്ങളുടെ ഉയർച്ചയിലും ഐശ്വര്യത്തിനുമായി വിശേഷ ദിവസങ്ങളിൽ അങ്ങനെ പൂജകളൊക്കെ ചെയ്തു വരുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഗണേശ പുരാണത്തിലാവട്ടെ അല്ലെങ്കിൽ ശിവപുരാണത്തിലാവട്ടെ ഗണപതിയുടെ ഉത്ഭവം അല്ലെങ്കിൽ ഗണപതി ഭഗവാൻ എങ്ങനെ അവതരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ നെക്സ്റ്റ് ഇനി ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം പ്രാർത്ഥനാ ശ്ലോകങ്ങൾ ഏതാണെന്ന് എല്ലാവർക്കും അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മന്ത്രം വളരെ ശക്തിയേറിയ മന്ത്രമാണ്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അതുപോലെ ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഈ ഒരു മന്ത്രവും വളരെ പ്രസിദ്ധമാണ്. ശുഭകാര്യങ്ങൾക്ക് മുമ്പ് നമ്മൾ ഗണപതി ഹോമം നടത്തുന്നത് നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ പതിവാണ്. അതായത് വിഘ്ന നിവാരണം, ഗൃഹപ്രവേശം, കച്ചവടാരംഭം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾക്കാണ് കൂടുതലും നമ്മൾ ഗണപതി ഹോമം ഒക്കെ ചെയ്യാറുള്ളത്. അതെന്ന് വെച്ചാൽ ഗണപതി പ്രീതി നേടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യം നല്ല
ഒരു തടസ്സവും കൂടാതെ നല്ല രീതിയിലായിട്ട് വരുവുള്ളൂ. അപ്പം ഗണപതി ഹോമം മുഖ്യ ഇനമായി നടത്തി വരുന്നത് ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾക്ക് ഉത്തിഷ്ട കാര്യങ്ങൾക്കായാണ് പ്രത്യേക തരത്തിലുള്ള ഗണപതി ഹോമം നടത്തുന്നത്. ഇത്തരത്തിൽ പ്രത്യേക ദ്രവ്യങ്ങൾ ചേർത്ത് ഹോമം നടത്തുന്നത് ഏറെ നല്ലതാണ്. അതായത് വിശേഷാൽ പൂജകൾ, അതായത് 16 ഉണങ്ങിയ എന്താ പറയുക, ഈ തേങ്ങ, അതായത് കൊട്ടത്തേങ്ങ എന്നൊക്കെ പറയും. അപ്പം ഇത് അതുപോലെ 16 പലം, ശർക്കര, 32 കദളിപ്പഴം, നാഴിതേൻ, ഉരിയ തേൻ, നെയ്യ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ചേർത്ത് ഹോമിക്കുന്നതാണ്. അത് പറഞ്ഞല്ലോ, ഓരോ കാര്യങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള പൂജകളും വഴിപാടുകളും ഉണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് സാധാരണയായി ഗണപതി ഭഗവാന് നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾ. അപ്പം ശുഭാരംഭത്തിനും വിഘ്നങ്ങൾ ഇല്ലാതാക്കാനും, അല്ലെങ്കിൽ ഹൈന്ദവർക്കിടയിൽ നമ്മുടെ ഗണപതിയെയാണ് നമ്മൾ എല്ലാവരും ആദ്യം പൂജിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ദിവസവും നമ്മുടെ കുടുംബത്തിൽ ഗണപതി ഹോമം ചെയ്യുന്നതും ഫലദായകമാണ്. പൊതുവെ സ്ത്രീകൾ ചെയ്യുന്ന എല്ലാ ഹോമവും എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. രാവിലെ കുളിച്ച് ശുദ്ധിയോടെ നമ്മുടെ അടുപ്പൊക്കെ കത്തിച്ച് അതിൽ തേങ്ങാപ്പൂളും ശർക്കരയും അല്പം നെയ്യും ഗണപതിയെ ധ്യാനിച്ച് ഹോമിക്കുന്നതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ മിക്ക വീടുകളിലും അടുപ്പ് കത്തിക്കാത്തതിനാൽ ചകിരിത്തൊണ്ടിയിലാണ് തീ കത്തിച്ച് ചെംഗണപതി ഹോമം ചെയ്യുന്നത്. ചെംഗണപതി ഹോമം എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ഇത് നേദിക്കുമ്പോൾ ഗണേശൻ്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതയേ നമഃ എന്ന് പറഞ്ഞ് നമ്മൾ ജപിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുടുംബത്തിൽ സർവ്വവിഘ്നങ്ങളും നീങ്ങി ഐശ്വര്യവും നിറയും എന്നാണ് വിശ്വാസം. അപ്പോൾ അതിനാൽ നമ്മുടെ ഗണപതി ഭഗവാന് ഏറെ പങ്കുണ്ട് നമ്മുടെ കുടുംബത്തിന് നല്ലൊരു സ്വസ്ഥതയും സമാധാനവും നല്ല രീതിയിലൊക്കെ പോകാനായിട്ട് ഉള്ളത്. ഗണപതിയുടെ ഒരു ശില്പം പോലും ഇല്ലാത്ത വീട് നമ്മൾ വിരലിൽ എണ്ണാവുന്നത്, അത് വളരെ കുറവാണ്. അങ്ങനെ ആരും ചെയ്യില്ല. കാര്യം അത്രയും വിശ്വാസമാണ്. കാരണം എന്താ പറയുക, നമ്മൾ ഗണപതി ഭഗവാനെ നിരസിച്ചു കഴിഞ്ഞാൽ നാശം വിതയ്ക്കും, അല്ലെങ്കിൽ നാശം വിതയ്ക്കും എന്നാണ്. അത്രയും ശക്തി അല്ലെങ്കിൽ അത്രയും പവറാണ് ഗണപതി ഭഗവാനുള്ളത്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അറിയാത്തവർക്കും കൂടിയാണ് ഈ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ അറിയുന്നവർ നമ്മുടെ ഈ കൂട്ടത്തിൽ ഉണ്ടാവും. അപ്പോൾ ഇതറിയാത്തവർക്കായിട്ടും കൂടി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതാണ് മന്ത്രജപം, നിങ്ങൾ നിത്യേനയും ജീവിക്കേണ്ട മന്ത്രജപം എന്നുള്ളത് ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യാം. ഓം ഗജാനനായ നമഃ. 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 ഓം ഗജാനനായ നമഃ.
ॐ गजाननाय नमः। 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 ॐ
गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः।
ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः। ॐ गजाननाय नमः।